ഏത് പാർട്ടിയാണെങ്കിലും മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ നയങ്ങളിലും മാറ്റം വരണം. ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ട്രാക്ടർ വന്നപ്പോൾ ഇതെല്ലാം ആളുകളുടെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഇന്ന് നമുക്കിതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞതൊക്കെ ശരിയല്ല എന്ന് ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ജനങ്ങളുടെ നന്മയാണ് പ്രധാനപ്പെട്ടത് എന്ന് കണ്ടുകൊണ്ട് യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കണം. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷെ ജനനന്മയെ കരുതി യോജിക്കാൻ കഴിയാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് നമ്മുടെ നാടിനാവശ്യം. അതാണ് വരും തലമുറകൾക്ക് പ്രയോജനം ചെയ്യപ്പെടുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാണ് ജനാധിപത്യത്തിൻ്റെ പോരായ്മയായിട്ട് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ന്യൂനപക്ഷത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ നോവൽ ടെക്നോളജീസിൻ്റെ സഹായത്തോടെയും ശാസ്ത്രീയ വശങ്ങൾ യൂസ് ചെയ്തിട്ടും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യയുടെ ഭൂരിപക്ഷത്തെ അവരുടെ തന്നെ ആളുകളാക്കി മാറ്റുമ്പോൾ ഓരോ പൗരനും ഇതിനെതിരെ എങ്ങനെ തയ്യാറെടുക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാനാണ് എൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും പറഞ്ഞത്, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന ഒന്ന് ഇതാണ്. മെജോറിറ്റിയുടെ അഭിപ്രായത്തെ അടിച്ചേൽപ്പിക്കുന്ന നയം ശരിയല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനെതിരായിരുന്നു. അദ്ദേഹം ഒരു ട്രൂ ഡെമോക്രാറ്റായിരുന്നു. പാർലമെൻ്ററി ഡെമോക്രസിയുടെ മഹത്വം ഇന്ത്യയിലെ ജനങ്ങളെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ രാഷ്ട്ര നേതാവായിരുന്നു അദ്ദേഹം. മെജോറിറ്റി ഡെഫിനറ്റ്ലി ദേ വിൽ റൂൾ ദ കൺട്രി. അറ്റ് ദ സെയിം ടൈം ദ മൈനോറിറ്റി ഷുഡ് ബി ടേക്കൺ ഇൻ ടു കോൺഫിഡൻസ്. ഞാൻ ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഭൂരിപക്ഷം വരുന്ന ഒരു പാർട്ടി ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നാൽ മൈനോറിറ്റിയായി ഓപ്പോസിഷനിൽ ഇരിക്കുന്ന ആളുകളെ കൂടി ക്യാരി ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ആ ഒരു നിലപാട് ഇന്ന് ഇന്ത്യയിൽ കാണുന്നില്ല എന്ന് അങ്ങ് ചൂണ്ടിക്കാണിച്ചത് 100% ശരിയാണ്. അപ്പോൾ ഡെമോക്രസി സക്സസ്ഫുൾ ആകണമെങ്കിൽ അതിൽ ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും സജീവമായി നിൽക്കണം. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കണം. ഞാനൊരു ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി ഉത്തർപ്രദേശ്. അവിടെ ആജംഗഡ് എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടിയാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് നെഹ്റു മനസ്സിലാക്കിയത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രാം മനോഹർ ലോഹിയാണെന്ന്, എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ അവസാനം പറഞ്ഞു, ഇവിടെ ജയിക്കേണ്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ല, രാം മനോഹർ ലോഹിയാണ് ജയിക്കേണ്ടത്. കാരണം കൂടെ പറഞ്ഞു. അദ്ദേഹത്തെ പോലെ ഒരാൾ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ആവശ്യമാണ്. നെഹ്റുവിനോട് കോൺഗ്രസ്സുകാരൊക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും അവിടെ രാം മനോഹർ ലോഹി ജയിച്ചു. അതിൻ്റെ സന്ദേശം എത്രമാത്രം വലുതാണ്. സോ ഇൻ എ ഡെമോക്രാറ്റിക് സെറ്റപ്പ്, ruling party as well as the opposition both are important. When the ruling party carries the opposition, there will be a better democratic practice. അതാണ് ഉണ്ടാകേണ്ടത്. അത് നടക്കണം. ഇന്ത്യയിലും കേരളത്തിലും ലോകത്തെവിടെയും അത് നടക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.